കണ്ട ഏറ്റവും നെറുകെട്ട പ്രചരണ തന്ത്രമാണ് വടകരയിൽ കണ്ടത്. വ്യക്തിയധിക്ഷേപം മുതൽ വർഗീയ പ്രചരണം വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിന്റെ പൊതുവിലെയും വടകരയുടെ പ്രത്യേകിച്ചും രാഷ്ട്രീയ സംസ്കാരത്തെ കളങ്കപ്പെടുത്തിയില്ലേ? കോവിഡ് കള്ളിപ്രയോഗവും വ്യാജ വാർത്താ പ്രചരണവും ഗ്രാനി സെക്സ് വീഡിയോ തിരഞ്ഞ അസഭ്യ കമന്റുകളും കൊണ്ട് വടകരയുടെ രാഷ്ട്രീയ മനസ്സിനെ മലിനപ്പെടുത്തിയത് ആരാണ്? 10 വോട്ടിനു വേണ്ടി വർഗീയ കാർഡ് ഇറക്കിയത് ആര്? ഫൗൾ പ്ലേയിൽ ആര് മുന്നിൽ? നമുക്ക് അതിഥികളിലേക്ക് പോകും മുമ്പ് ഈ വിഷയത്തിൽ വന്ന ചില പ്രതികരണങ്ങൾ കേൾക്കാം. കെ ശൈലജ പറഞ്ഞത് കേൾക്കാം. ആദ്യം കാഫിറിന് വോട്ട് ചെയ്യരുതെന്നടക്കം എഴുതി പ്രചരിപ്പിച്ചിട്ട് എന്ത് സൗമ്യമായിട്ടാണ് പറയുന്നത്? വർഗീയ ധ്രുവീകരണം വന്നു എന്നുള്ളത് അല്ലേ? നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിശ്ചയിച്ചിട്ട് കണ്ടില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ? ഇതുവരെ നമ്മുടെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ? ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇലക്ഷന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പോസ്റ്റർ ഇട്ടോ? ആ പോസ്റ്റ് ഇട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര ധാർമ്മികതയുണ്ടെങ്കിൽ പറയണ്ടേ? നമ്മുടെ ഒരു ധാർമ്മിക നിലവാരം എന്താണെന്നുള്ളതാണ്. എന്താ വിചാരിച്ച് ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗം ആകെ കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ധരിച്ചു അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ? അത് എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും വ്യാജ വീഡിയോ ആരോപണം തള്ളിപ്പറയേണ്ട സ്ഥാനാർത്ഥി പക്ഷേ കാഫിർ ആരോപണവുമായി രംഗത്തെത്തി. കാഫിർ എന്ന് വിളിച്ചിട്ടില്ല, അത് വ്യാജമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്നെ സത്യം പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി തരം താഴ്ന്ന നിലയിലുള്ള കമന്റുകൾ പറയുന്നത്. തീർത്തും ഫേക്ക് ആയിട്ടുള്ള ഒരു സൃഷ്ടിയിൽ, ആ സൃഷ്ടിയിൽ ഞാൻ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ നിൽക്കുന്നവനല്ല. ആ സൃഷ്ടി എനിക്ക് വടകരയിലെ ജനങ്ങൾ തരുന്ന സ്നേഹത്തിന്റെ ആനുകൂല്യത്തെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അതിനെ തള്ളി പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും CPM ആണ്. അത്തരം വ്യാജ നിർമ്മിതികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട, എതിർ സ്ഥാനാർത്ഥിയെ ആ തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളല്ല ഞങ്ങളെന്ന് പറയേണ്ടിയിരുന്നതിന് പകരം കാഫിർ എന്ന് വിളിച്ചതിനെ ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാഫിർ എന്നാരും വിളിച്ചിട്ടില്ല. കാഫിർ എന്ന് വിളിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഫേക്കാണ്. അത് കേരളത്തിലെയും വടകരയിലെയും മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ഞാൻ തള്ളി പറഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തും വ്യാജ പ്രചരണ ശ്രമമുണ്ടായി. മുസ്ലിങ്ങൾ ആർക്കും എതിരല്ല, എല്ലാത്തിലും കുറച്ച് വർഗീയവാദികളുണ്ട്. പല തരത്തിലുള്ളവർ, പല മതത്തിലുള്ളവർ രാജ്യത്തുണ്ട്. ഇന്ത്യ എന്ന വികാരത്തിന് വേർതിരിവുണ്ടാകാൻ പാടില്ല, അത് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതായിരുന്നു ശൈലജ ടീച്ചറിന്റെ ആരോപണം. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ്. ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫാറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു, ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി. അതെ, ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്, എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട്. തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത്, ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി, ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം. അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ. ആ മുസ്ലിം ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അതിനകത്ത് വേർതിരിവുണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് പറയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. വ്യക്തിയധിക്ഷേപ പരാതികളാണ് വടകരയിൽ ഇത്തവണ ഉയർന്നു കേട്ടത്. കൂടുതലും പോൺ വീഡിയോ വിവാദം കേട്ടു നമ്മൾ. കാഫിർ പ്രയോഗത്തെക്കുറിച്ചുള്ള തർക്കവും വാക്പ്രയോഗങ്ങളും കേട്ടു നമ്മൾ. പ്രാദേശിക ബോംബ് പൊട്ടുമ്പോൾ ബോംബമ്മ എന്ന് വിളിക്കണം എന്നുള്ള പ്രചരണം കേട്ടു നമ്മൾ. പാകിസ്ഥാനുമായിട്ടുള്ള വെല്ലുവിളിയും പാകിസ്ഥാനുമായിട്ടുള്ള സാമ്യപ്പെടുത്തലുകളും നമ്മൾ കണ്ടു. കോവിഡ് കള്ളി എന്ന വ്യക്തി അധിക്ഷേപം നമ്മൾ കേട്ടു. വർഗീയ ടീച്ചറമ്മ എന്നൊരു പ്രയോഗം കേട്ടു. സീസറമ്മ എന്നൊരു പ്രയോഗം കേട്ടു. ലവ് ജിഹാദുമായി ബന്ധപ്പെടുത്തി ബോംബമ്മ എന്ന പേരിലുള്ള മറ്റൊരു പ്രചരണവും നമ്മൾ കണ്ടു. വടകരയിൽ യഥാർത്ഥത്തിൽ ഈ ഫൗൾ പ്ലേ കളിച്ചത് ആരാണ്? പ്ലേയിൽ മുന്നിൽ എന്നാണ് ചർച്ച നമ്മൾ പരിശോധിക്കുന്നത്. SK സജീഷ് നമുക്കൊപ്പം ചേരുന്നു, CPM-ൽ നിന്നും. VT ബൽറാമും നമുക്കൊപ്പമുണ്ട്. 2 അതിഥികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 20-25 മിനിറ്റ് സമയമാണ് ഈ ചർച്ചയ്ക്ക് കിട്ടുക. കേരളം ഒന്നാകെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരുമുന്നണിക്കും ആ ചർച്ച ഒരു പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, പൊതുവെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനും. ആദ്യം ഞാൻ SK സജീഷിലേക്ക് വരാം. SK സജീഷ്, കാഫിർ പ്രയോഗമടക്കം ഈ
കോവിഡ് കള്ളി പ്രയോഗമടക്കം വ്യക്തിയധിക്ഷേപം മാത്രമല്ല വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് വടകരയിൽ നടന്നത്. യഥാർത്ഥത്തിൽ വ്യാജ പ്രചരണങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അത് എതിർ സ്ഥാനാർത്ഥി നിഷേധിക്കുന്നില്ല എന്നതാണ് ശൈലജ ടീച്ചർ പറയുന്നത്. പക്ഷേ ഷാഫി പറമ്പിൽ പറയുന്നത് വ്യാജ കാർഡ് ഇറക്കി ഇങ്ങനെയൊരു പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണം തങ്ങൾ നടത്താത്തിടത്തോളം കാലം ഞങ്ങൾ എന്തിനാണ് തള്ളിപ്പറയുന്നത് എന്നാണ്. അപ്പോൾ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഷാഫി പറമ്പിലിനെ സംശയിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത്. രണ്ട്, വ്യക്തി അധിക്ഷേപം എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ് എന്നാണ് UDF പറയുന്നത്. അത് കോവിഡ് കാലത്തെ ഈ കണക്കുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. എങ്ങനെയാണ് CPM ഈ വിഷയത്തെ സമീപിക്കുന്നത്? SK സജീഷ്. ഡോക്ടർ അരുൺ, ഇതിലൊരു കാര്യം, ഇവരേത് തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയാലും വർഗീയപരമായി ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പഴയ കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ വടകരയുടെ മണ്ണ് ജനാധിപത്യപരമായി അതിശക്തമായി പ്രതികരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്യും. ഇവിടെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നന്നാവുക. അരുണുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയുണ്ടല്ലോ. ഡോക്ടർ അരുൺ അശ്വമേധത്തിൽ ടീച്ചറുമായി സംസാരിക്കുകയും അതിപ്പോൾ ഇവിടെ സംരക്ഷണം ചെയ്യുകയും ചെയ്തു. ഷാഫി എത്രമാത്രം കളവാണ് പറയുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോഴും ആ തെളിവ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഡോക്ടർ അരുൺ ഇപ്പോൾ ഇവിടെ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ തന്നെ അത് കൃത്യമായി നിഷേധിക്കുകയും തെറ്റായ രീതിയിലാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നിങ്ങൾ നോക്കൂ, എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് കോൺഗ്രസ് ലൈവ് എന്ന് പറയുന്ന 21,000 പേർ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനകത്ത് ഇപ്പോഴും ആ വീഡിയോ സജീവമാണ്. അത് അവർ നിഷേധിക്കുന്നില്ല. അവരിപ്പോഴും ആ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പല അക്കൗണ്ടുകളിലും ഇപ്പോഴും പലയിടത്തും ഇത്തരം ഫേക്കായിട്ടുള്ള, താങ്കൾ പോലും നിഷേധിക്കുന്ന, റിപ്പോർട്ടർ ചാനൽ പോലും നിഷേധിക്കുന്ന കാര്യം ഇപ്പോഴും തുടരുകയാണ്. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെയാണ് ഫേക്ക് വീഡിയോ ആണ് SK സജീഷ് സൂചിപ്പിച്ചത്. റിപ്പോർട്ടർ TVയുടെ അഭിമുഖത്തിൽ നടത്തിയെടുത്ത ഒരു വീഡിയോ പ്രചരിപ്പിച്ചു. മതതീവ്രവാദികളാ മുസ്ലിങ്ങളെല്ലാം മതതീവ്രവാദികളാ? രണ്ട് കാര്യം കൂടി പറയാം. മുസ്ലിങ്ങളെല്ലാം മതതീവ്രവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, അത് SK സജീഷ് പറയുന്നത് കൃത്യമായും ശരിയാണ്. VT ബൽറാം, ഇതിപ്പോഴും നിങ്ങളുടെ ഈ സൈറ്റുകളിൽ, ഇത് ഞാൻ തന്നെ നിഷേധിച്ചതാണ്, റിപ്പോർട്ടർ TV തന്നെ നിഷേധിച്ചതാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ വ്യാജ വാർത്ത ഇപ്പോഴും പ്രചരിക്കുന്നത്? VT ബൽറാം, ഏതെല്ലാം വെബ്സൈറ്റുകളിൽ ഏതെല്ലാം കണ്ടന്റുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് CPM അനുകൂല വെബ്സൈറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, ഇത് ഫേക്ക് വീഡിയോ എന്നുള്ളതാണോ അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നടത്തി മാറ്റി മറ്റു രീതിയിൽ അർത്ഥം വരുന്ന തരത്തിലുള്ള വീഡിയോ ആണോ എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ചോദ്യമുണ്ട്. സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റി അല്ലെങ്കിൽ എഡിറ്റിംഗിന്റെ ഭാഗമായി ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം അതൊരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് CPM ആണ്. അതിന്റെ ഏറ്റവും വലിയ ഇരകളാണ് ഞാൻ അടക്കമുള്ള ആളുകളും KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ അടക്കമുള്ള ആളുകളും. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക, KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനോട് നിങ്ങൾ BJP-യിലേക്ക് പോകുന്നുണ്ടോ എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ആരോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന ഉത്തരം എന്താ? എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോകും, പക്ഷേ ഞാൻ പോവില്ല, കാരണം കോൺഗ്രസ് ആണ് എന്റെ പ്രത്യയശാസ്ത്രം, കോൺഗ്രസ് എന്റെ ആശയമാണ്. ആ രണ്ടാമത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുമ്പോൾ BJP-യിലേക്ക് പോകും എന്ന് പറയുന്ന ഭാഗം മാത്രം അടർത്തി മാറ്റി ഇപ്പോഴും ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇവരുടെ മുഴുവൻ ആളുകളും ഇപ്പോഴും KPCC പ്രസിഡന്റിന്റെ ആ ഒരു മുഴുവൻ വാചകത്തിൽ നിന്നുള്ള ആദ്യത്തെ ഭാഗം മാത്രം അടർത്തി മാറ്റിക്കൊണ്ടുള്ള വാദം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രചരണമൊക്കെ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ SK സജീഷ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് വീഡിയോ നിർമ്മിക്കുന്നതിൽ കോൺഗ്രസുകാർ മാത്രമല്ല എന്നാണ് VT ബൽറാം പറയുന്നത്. നിങ്ങളും ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ അടർത്തിയെടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടല്ലേ SK സജീഷ്? അപ്പോൾ മറുഭാഗത്തെ പ്രചരണത്തിന് അതേ തന്ത്രം അവർ ഉപയോഗിക്കുന്നു എന്നതാണ് VT ബൽറാമിന്റെ ഡിഫൻസ്. SK സജീഷ്, അല്ല, ഞാൻ അതുകൊണ്ടാണ് കാട് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടും ഞാനൊരു വാചകം മാത്രമേ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ സമയം ചോദിച്ചു വാങ്ങിയത്. VT ബൽറാം മനസ്സിലാക്കേണ്ടത്, ഇത് വാചകം ഏതെങ്കിലും അടർത്തി മാറ്റി പ്രയോഗിക്കുകയല്ല. ഇപ്പോഴും കോൺഗ്രസ് ലൈവ് എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് 21,000 ഫോളോവേഴ്സുള്ള നിങ്ങൾ കൈകാര്യം ചെയ്യും, നിങ്ങളുടെ പല നേതാക്കന്മാരും ഉൾപ്പെടുന്ന
ഒരു ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന അതിനകത്ത് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തത് എന്താണ്? പോസ്റ്റിന് കൊടുത്ത കുറിപ്പ്: തോൽവി ഉറപ്പായതോടുകൂടി ടീച്ചർക്ക് സമനില തെറ്റി. ഇസ്ലാം വിരുദ്ധ പ്രസംഗവുമായി ശൈല ടീച്ചർ. മാപ്പിള സഖാക്കളെ ശൈല ടീച്ചർ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇപ്പോഴും തുടരുകയാണ്. ഈ VT ബൽറാമും ഷാഫിയുമെല്ലാം മാന്യതയുടെ മുഖംമൂടി ഇട്ടിട്ടാണ് വർത്തമാനം പറയുന്നതെങ്കിൽ ആദ്യം കോൺഗ്രസ് ലൈവിനകത്ത് നിന്ന് അത് പിൻവലിക്കാനും ആരാണെന്ന് ചോദിച്ച് പരിഹാരമുണ്ടാക്കാനും ശ്രമിക്കണം. മറ്റത് ഒന്നുകൂടി പറയാം, VT ബൽറാം എടുത്തിട്ട ഉദാഹരണത്തിന് ഞാൻ വേറെ മറുപടി പറയാം. പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പോൾ AP ഉസ്താദിൻ്റെ പേരിൽ ഒരു വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കി അതിനകത്ത് കൃത്യമായി ശൈല ടീച്ചർക്കെതിരായി വ്യാജ പ്രചരണം നടത്തി. ആ പ്രചരണത്തിൻ്റെ പേരിൽ മർക്കസ് ഉൾപ്പെടെ അതിനെതിരായി ശക്തമായി നിലവിൽ വരികയും കേസ് ഉൾപ്പെടെ വരികയും ചെയ്തു. അതിനകത്ത് എൻ്റെ നാട്ടിലെ ഒരു DCC സെക്രട്ടറിയാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് ഇത് പ്രചരിപ്പിച്ചത്. VT ബൽറാം പറയുമോ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന്? ഷാഫി പറയുമോ? തെറ്റാണെന്ന് മർക്കസ് പറയുന്നു, തെറ്റാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. പ്രചരിപ്പിച്ചയാൾക്കെതിരെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഓരോന്നോരോന്നായി പറയാം. പ്രചരിപ്പിച്ചത് കൃത്യമായിട്ട് നിങ്ങളുടെ ആളുകളാണെന്നറിയാം, അതിന് നടപടി എടുക്കാൻ വേണ്ടി പറ്റൂ. ഇനി VT ബൽറാം ഒരു കാര്യം പറയും. ഇത്തരം പ്രചരണം വന്നപ്പോൾ ഈ വിവിധ ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിച്ച ആളുകളുണ്ടല്ലോ, ഇപ്പം നാട്ടുകാരൊക്കെ ഇത് കണ്ടതാണ്. ബൽറാം മനസ്സിലാക്കേണ്ടത്, നാട്ടുകാരൊക്കെ ഇത് കണ്ടതാണ്. പല ഗ്രൂപ്പിലും കുടുംബ ഗ്രൂപ്പിലും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രചരിപ്പിച്ചവർ ശുദ്ധ തെമ്മാടികളാണ്, അവർ പ്രചരിപ്പിച്ചവർ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറയാൻ ഷാഫിയോ ബൽറാമോ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. ഒറ്റ വാചകത്തിലെങ്കിലും പറയും. കേൾക്കുന്നവർ, ഇത് ആസ്വദിച്ച ആളുകളും നിങ്ങളുടെ ആളുകളൊക്കെ ാണ് സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറയും. അത് ഷാഫിയും പറയില്ല, ബൽറാമും പറയില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി, ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒരു കാര്യം ഫേക്ക് പോസ്റ്ററുകളുടെ കാര്യത്തിലും VT ബൽറാം പാർട്ടി എന്തുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് പോളിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിലപാടെടുക്കാതെ പോയത്? ഉദാഹരണത്തിന് കാഫിറുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രയോഗം, ആ പ്രയോഗം അത് വ്യാജമാണെന്നും അത് നിർമ്മിച്ചതുമായി നമുക്കൊരു ബന്ധമില്ലെന്നും എനിക്കങ്ങനെ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് വേണ്ടെന്നും ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് പോളിംഗിന്റെ പിറ്റേന്ന് മാത്രം പറഞ്ഞത് എന്നത് സംശയം ജനിപ്പിക്കുന്നതാണ് VT ബൽറാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ തന്നെ ഇപ്പം ഇതിലെ മോശപ്പെട്ട പരാമർശങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ എന്ന പേരിൽ ഇപ്പൊ അരുൺ തന്നെ തുടക്കത്തിൽ ഇൻട്രോയുടെ ഭാഗമായിട്ട് കുറെ വാക്കുകൾ ഇവിടെ സൂചിപ്പിച്ചു. സീസറമ്മ, ബോംബമ്മ എന്നൊക്കെ രീതിയിലുള്ള. എന്നാൽ ഷോഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി വെറും ഷോ ആണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പേരിനെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് ഷാഫിയെ വിശേഷിപ്പിക്കുന്നത് നിങ്ങളുടെ ഇൻട്രോയിൽ വന്നില്ല അരുൺ. നിങ്ങൾ കേവലം ഏകപക്ഷീയമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ ചെകഞ്ഞെടുത്തത്, ഒരു ചെറി പിക്ക് നടത്തിയത് എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പേജ് അല്ല ഈ കോൺഗ്രസ് ലൈവ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ സജീഷ് തന്നെ പറയുന്നത് ഏതാ 21,000 ആളുകൾ. 21,000 ആള് എന്നൊക്കെ പറയുന്നത് ഏതൊരു ആളും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോളോവേഴ്സ് ആണ്. അത്രയും ചെറിയ നമ്പറാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക അക്കൗണ്ടിന്റെ ഒരു അംഗസംഖ്യ അല്ല ഈ 21,000 എന്ന് പറയുന്ന ചെറിയ നമ്പർ. ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന. കോൺഗ്രസ് ലൈവ് എന്ന പേരിലാണുള്ളത്. അവിടെ ഞങ്ങൾ തന്നെ നിഷേധിച്ചൊരു വീഡിയോ ഇപ്പോഴും പ്രചരിക്കുകയാണ്. അതിനെ നിഷേധിച്ച് സ്ഥാനാർത്ഥിയോ ബൽറാമോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. ഞാനത് പറയാം. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലാണോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്? നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമിലെ അംഗമായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഷാഫി പറമ്പിലുമായി ഈ ഇലക്ഷന്റെ തുടക്കം മുതൽ തന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയത് അരുൺ ഓർമ്മയുണ്ടല്ലോ. ഇപ്പോഴും അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉണ്ടല്ലോ, നിങ്ങളുടെ വെബ്സൈറ്റിലടക്കം ഉണ്ടല്ലോ, നിങ്ങളുടെ യൂട്യൂബിലുണ്ടല്ലോ. അതിൽ സ്മൃതി പരുത്തിക്കാട് ഷാഫിയോട് വളരെ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഷാഫി പറമ്പിലിന് ഇവിടെ വടകരയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് ഒരു മുസ്ലിം അക്കൗണ്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ എത്ര ആർജവത്തോടു കൂടിയുള്ള മറുപടിയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്ലസ് മതത്തിന്റെ പേരിൽ വേണ്ട. ഞാൻ ഒരു കാലത്തും മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടിട്ടില്ല. ഞാൻ മത്സരിച്ച് 3 തവണ വിജയിച്ചത് പാലക്കാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലാണ്. അവിടുത്തെ ഡെമോഗ്രഫി നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ എനിക്ക് BJPയെ തോൽപ്പിച്ച് ജയിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഈ വടകരയിൽ ഒരു മതത്തിന്റെ അക്കൗണ്ട് വേണ്ട എന്ന് ഷാഫി പറമ്പിൽ തുടക്കം തൊട്ട് തന്നെ അരുൺ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമ്പയിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഈ രാഷ്ട്രീയ വിഷയങ്ങളെ ഊന്നിക്കൊണ്ടാണ്. ഇവിടെ വ്യാജ വീഡിയോ, വ്യാജ പ്രചരണം എന്ന് പറയുന്ന പ്രചരണങ്ങളാണ് വ്യാജം. ആദ്യം അവർ തന്നെ ഒരു വ്യാജ സാധനം പുറത്തിറക്കുന്നു,
എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൽ കൊത്തിയില്ല എന്ന പേരിൽ ഞങ്ങളെ ആക്രമിക്കുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? ഒരു കാര്യം ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് തന്നെയല്ലേ മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഇപ്പൊ റിപ്പോർട്ടറിന്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ഇപ്പോഴും പല മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവര്. ഞാൻ തന്നെ ഒടുവിൽ ലൈവിൽ വന്നത് നിഷേധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്നെ ധാരാളം ആളുകൾ വിളിക്കുന്നു, ഇങ്ങനെ അല്ലല്ലോ ടീച്ചർ പറഞ്ഞത്. ശരിയാണ്, ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷെ അതിനെ വക്രീകരിച്ച് സന്ദർഭത്തിൽ നടത്തി മാറ്റി തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഉപയോഗിച്ചു. അതിനെ നിങ്ങളാരും തള്ളി പറയാഞ്ഞത് എന്തുകൊണ്ടാണ് ബി ടി ബൽറാം? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറയുന്നത്. തള്ളി പറയാനാണെങ്കിൽ എവിടം തൊട്ട് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചർച്ച വെക്കാം. ഇപ്പോഴും KPCC പ്രസിഡന്റിനെതിരെ നിങ്ങൾ ഈ വക്രീകരിച്ച വീഡിയോ ഓടിച്ചുകൊണ്ടല്ലേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ശൈലജയ്ക്കെതിരെ? തെറ്റായ കീഴ്വഴക്കമാണെന്നും ബോധ്യമുള്ള വി ടി ബൽറാമിന് അതിലൊരു മാപ്പ് പറഞ്ഞിട്ട് ഇതിലൊരു മാപ്പ് പറയാൻ കഴിയുമെന്ന് നിലപാടെടുക്കുന്നത് ശരിയാണോ വി ടി ബൽറാം? ഞാൻ കൃത്യമായിട്ട് പറയാം. അങ്ങനെ വക്രീകരിച്ച് ഞാൻ മറുപടി പറയാം, പിന്നെ അത് ആവർത്തിക്കില്ല. എന്നോട് ചോദിക്കാണ് നമ്മൾ ഒരാൾക്ക് അങ്ങനെ ചോദ്യങ്ങൾ കേൾക്കണം, ഉത്തരങ്ങൾ കേൾക്കണം എന്നുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെ മാത്രം ക്ഷണിച്ചത്. അതുകൊണ്ട് ചോദിച്ചു പറഞ്ഞു പോകാം. സതീഷ്, എനിക്ക് മനസ്സിലായി താങ്കൾക്ക് പറയാനുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് മറുപടി കൂടി ഒന്ന് കേട്ടു പോകും. ഒരു നിമിഷം സജീഷ് മറുപടി പറയാം. ഞാൻ വി ടി ബൽറാമിനോട് ചോദിച്ചതിന് ബൽറാം മറുപടി പറയട്ടെ. സജീഷ് ഒരു നിമിഷം വഴങ്ങൂ. സജീഷ് ഒരു നിമിഷം. മോഡറേറ്റർ ആയിട്ട് അരുൺ നിയന്ത്രിക്കും. അപ്പോ ഞാൻ പറയട്ടെ ഇങ്ങനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അങ്ങനെ ആര് ചെയ്താലും തെറ്റാണ്. ഞാൻ അതിന്റെ ഇരയാണ്. ഇപ്പൊ ഞാൻ ആ ഉദാഹരണം കൂടി പറയാം. എന്നോട് ഇതേപോലെ ഒരു ചാനൽ ചർച്ചയിൽ മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 5 വർഷം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിൽ നിന്ന് കുറെ ആളുകൾ BJP-യിലേക്ക് പോകുന്നു, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ അതിന് സാമാന്യം വിശദമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു. അതിൽ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഓടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? CPM-ൽ നിന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട്, പക്ഷെ അവർ നേരത്തെ അറിയപ്പെടുന്ന ആളുകളല്ല. ഉദാഹരണത്തിന് CPM-ൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി BJP-യിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം CPM-ന് ഒരു മുൻ കേന്ദ്രമന്ത്രി ഇല്ല. അതുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ CPM-ന്റെ സ്പീക്കർ പോയിട്ടുണ്ട്, CPM-ന്റെ MP പോയിട്ടുണ്ട്, CPM-ന്റെ MLA പോയിട്ടുണ്ട്, ബംഗാളിലും ത്രിപുരയും അടക്കമുള്ള സ്ഥലം. അപ്പൊ CPM-ൽ നിന്ന് ഞങ്ങളെ പോലെ നിരവധി ആളുകൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നേതാക്കന്മാരുണ്ട്, അറിയപ്പെടുന്ന നേതാക്കന്മാർ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വരും. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള രൂപം. അതിൽ നിന്ന് ഇപ്പോഴും വരെ ട്രോൾ രൂപത്തിൽ ഇവർ ഉപയോഗിക്കുന്ന എന്താ? കോൺഗ്രസിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഇന്ന് കുറച്ച് പേര് BJP-യിലേക്ക് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വെച്ചു. അപ്പൊ സന്ദർഭത്തിൽ നടത്തി മാറ്റി ഒരു വരിയുടെ അവിടെയും ഇവിടെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട്, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം 5 വർഷം മുമ്പുള്ളതാണ്. 5 വർഷമായിട്ട് ഇപ്പോ ഇക്കയുടെ ഒരു കാന്തപുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടൊരു മാതൃഭൂമിയുടെ ഓൺലൈനിന്റെ വ്യാജ പോസ്റ്റർ സൃഷ്ടിച്ച് പുറത്തിറങ്ങുന്നു. ലവ് ജിഹാദിനെ ന്യായീകരിച്ചിരിക്കുന്നു ഈ ടീച്ചറമ്മ എന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് പുറത്തിറങ്ങുന്നത്. അതിനെയും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിരവധി പോസ്റ്ററുകൾ ഒരുമിച്ച് വരുമ്പോൾ ആ പോസ്റ്ററുകളെ തള്ളി പറയുന്നില്ല എന്നതാണ് CPM-ന്റെ ആക്ഷേപം. വി ടി ബൽറാം, അല്ല, ഞാൻ അതിന്റെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ച് ഒരു പ്രിമൈസിനെ കുറിച്ച് ആദ്യം പറയാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഞങ്ങൾക്കും ഏറ്റെടുക്കാൻ പറ്റില്ല, അവർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചാൽ അതിനെക്കുറിച്ച് പരിശോധിക്കാം. മാത്രമല്ല വടകര പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസും ലീഗും ഒട്ടേറെ കോൺഗ്രസ് അനുഭാവികളും ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരിൽ പലരും ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം ഷാഫി പറമ്പിലും വി ടി ബൽറാമും മറുപടി പറയണമെന്ന് വെച്ചാൽ നടക്കുമോ? നിങ്ങളുടെ സൈബർ പോരാളികൾ ഇടുന്ന എല്ലാ കമന്റിനും ഉത്തരവാദികളാകുന്നത് എങ്ങനെയാണ് കെ ശൈലജ ടീച്ചർ? ഡോക്ടർ അരുൺ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സൗണ്ട് പോയല്ലോ. കേൾക്കാം, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ അരുണേ, ഒരു നിമിഷം, അത് അദ്ദേഹത്തേക്കുള്ള കോളായിരുന്നു. കേൾക്കുന്നുണ്ടോ ഇപ്പോൾ? കേൾക്കാമോ? അദ്ദേഹത്തിന് ചെറിയൊരു സാങ്കേതിക മാറ്റി വരുമ്പോഴേക്കും ആ സമയം കൂടി എനിക്ക് കേൾക്കാം. ഓക്കെ, കണ്ടിന്യൂ.
ഡോക്ടർ അരുൺ, ബൽറാം ഏതായാലും അങ്ങനെ പറഞ്ഞല്ലോ. ബൽറാമിന് തന്നെ അടുത്ത് പരിചയമുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം. ഷോബിൻ തോമസ് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ കോർഡിനേറ്ററാണ്, ജനറൽ സെക്രട്ടറിയാണ്. ബൽറാമിന് നേരിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. ബൽറാമിൻ്റെ കൂടെയും ഷാഫിയുടെ കൂടെ അദ്ദേഹം എന്നാൽ തുടങ്ങുകയല്ലേ എന്ന് ചോദിച്ചൊക്കെ പോസ്റ്റ് ഇട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ പിക്ചറാണ്, കൂടെയുള്ള പ്രൊഫൈൽ പിക്ചറാണ്, ഒക്കെ ഉണ്ട്. നേരിട്ട് പരിചയമുള്ള ആളാണല്ലോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ വായിക്കണം എന്ന് അരുൺ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ വായിക്കാം. പക്ഷെ അത് റിപ്പോർട്ടറിനെ പോലും മോശമാക്കുമെന്നുള്ളത് തയ്യൽ ടീച്ചറുടെ എന്ന് തുടങ്ങിയിട്ടുള്ള ഓക്കെ, അത് ബൽറാം എന്ന് പറയട്ടെ. ഞാൻ രണ്ടാമത്തെ പറഞ്ഞു, കാന്തപുരം ഉസ്താദിൻ്റെ പേരിൽ വ്യാജ ലെറ്റർ പേഡിനകത്ത് പ്രചരിപ്പിച്ചതിൽ ഒന്ന് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഉണ്ട്. ബൽറാം നടപടി എടുക്കുമെന്ന് പറയട്ടെ. ഈ പറഞ്ഞ ആളുകളുടെ പേരിലെല്ലാം പറയട്ടെ. അതുപോലെ തന്നെ ബാലുശ്ശേരി 7ാം വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹരീഷ് നന്ദനം ഇട്ട വളരെ മോശമായ ഒരു കമൻ്റ് ഉണ്ട്. അതിൽ ബൽറാം നടപടി എടുക്കുമോ? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. നിങ്ങൾ എവിടെ ഏതെങ്കിലും ഒന്നൊന്നും പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഈ കാര്യത്തിൽ പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഈ വന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഷാഫി തെരഞ്ഞെടുപ്പിന് മുമ്പ് മിണ്ടിയില്ല? പറയേണ്ടതില്ലേ? ഒന്ന്, മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ ഉണ്ടാക്കി. ടീച്ചറുടെ പ്രചരണത്തിന് ആളില്ല എന്ന് വരെ ഉണ്ടാക്കി. ഇതെല്ലാം മാതൃഭൂമി അപ്പുറത്ത് നിഷേധിക്കുന്നു. ഇപ്പുറത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യം അവർ നിഷേധിക്കുന്നു. ഡോക്ടർ അരുൺ തന്നെ നിഷേധിക്കുന്നു. വേറെയും പല മാധ്യമങ്ങളുടെയും പേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ കൈകാര്യം ചെയ്തു. അവരെല്ലാവരും നിഷേധിക്കുന്നു. അപ്പോഴെങ്കിലും ഇത് നിർത്തണമെന്നും ഇത് ശുദ്ധ തോന്നിവാസമാണ് എന്നും ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നും പറയാത്തതെന്ത്? ഇങ്ങനെ ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് മുതൽ കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറി വരെയുള്ള ആളുകളുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങ് പുകമറ സൃഷ്ടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഒന്നും ആളുകളല്ല എന്ന് പറഞ്ഞു പോകാനാണോ തീരുമാനിച്ചത്? പിന്നെ ബൽറാം കുറേ നേരമായി ഒന്ന് വെച്ച് ന്യായീകരിക്കുകയാണ്. ഒന്ന്, ശ്രീ സുധാകരൻ പറഞ്ഞ കാര്യം ബൽറാമിന് അറിയില്ലേ? ശ്രീ സുധാകരൻ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJPയിൽ പോകുന്നു മാത്രമല്ല, LDFും UDFും അല്ലാതെ മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ വന്നിരിക്കുന്നു. എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJPയിലേക്ക് പോകും. എന്നെ ആരാ തടയാൻ എന്നാ ചോദ്യം. ബൽറാമിന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും എന്നാണ് പറയുക. പിന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നോക്കൂ, എന്റെ പട്ടി പോലും പോവില്ല എന്നാണ് പറയട്ടെ. ഇതാണ് പ്രശ്നം. പട്ടി പോകില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നമ്മൾ കണ്ടാണ് PA പോയതാണ്. പട്ടിക്കാണോ ബുദ്ധി കൂടുതലുള്ളത്, PAക്കാണോ ബുദ്ധി കൂടുതലുള്ളത് എന്നും അതൊക്കെ വിദണ്ഡവാദമാണ്. നമ്മുടെ ചോദ്യം അതല്ല. കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ പോയി മത്സരിച്ചു, പത്മജ പോയി. അതൊന്നുമല്ല നമ്മുടെ ചർച്ചയുടെ വിഷയം. നോക്കൂ, ഒരു സന്ദർഭത്തിൽ നിന്നൊരു ഭാഗം അടർത്തി മാറ്റി അവിടെയാണ് ബൽറാം ചോദിക്കുന്നത്. KPCC പ്രസിഡന്റ് BJPയിൽ പോകും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നിയാൽ ഞാൻ പോകും, നിങ്ങളാരാ ചോദിക്കാൻ? പക്ഷെ ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല എന്ന ഭാഗം അടർത്തിയെടുക്കുകയും പോകുമെന്നുള്ള ഭാഗം ദുരുദ്ദേശത്തോടു കൂടി പ്രചരിപ്പിച്ച അദ്ദേഹത്തെ നിങ്ങൾ BJPക്കാരനാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഡോക്ടർ അരുൺ, താങ്കൾക്ക് തന്നെ അറിയാം. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഈ ചർച്ചയുടെ സമയപരിമിതി പോലും അതിലേക്കൊന്നും കടക്കുന്നില്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നയാളാണ്. നെഹ്റുവിന് ഈ സുധാകരനെ ന്യായീകരിക്കാൻ അല്ല. പറയട്ടെ ബൽറാമേ, ഇതന്നെയാണ് പ്രശ്നം. അതൊരു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ ഷെയർ ചെയ്തു എന്നതാണ് സജീഷിന്റെ വാദം. അതിനൊരു മറുപടി എനിക്ക് ബൽറാമിൽ നിന്ന് വേണം. സജീഷ് നേരത്തെ ചോദിച്ച ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് ഷെയർ ചെയ്ത ഈ വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ ബൽറാം? 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് SK സജീഷ് പറഞ്ഞു. ആ 3 നേതാക്കളുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏത് പരാതി ഉണ്ടെങ്കിലും അത് സംസ്ഥാനം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ. ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്. പോലീസ് നിങ്ങളുടെ കയ്യിലാണല്ലോ. ഇതിൽ ഏതെല്ലാം തരത്തിലുള്ള കേസ് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പരാതിയുടെ മേൽ കേസ് ചാർജ് ചെയ്ത് അതിന്റെ നടപടികളായിട്ട് വിഷയം. പോലീസ് കേസെടുക്കാത്തതോ കേസെടുത്തതിനു ശേഷമുള്ള പ്രൊസീജിയറോ അല്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ഫെയർ പ്ലേ ചെയ്യേണ്ട ഒരു ടീം
വളരെ വർഗീയമായ രീതിയിലുള്ള കാർഡുകൾ വ്യാജമായി പ്രചരിപ്പിച്ച് വളരെ അശ്ലീലം ധ്വനിപ്പിക്കുന്നതിനുള്ള കമന്റുകൾ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി പോലും പ്രചരിപ്പിക്കുമ്പോൾ അത് തടയാൻ കഴിയാതെ നിങ്ങൾ നിന്നു. അതാണ് വിഷയം. വി.ടി. ബൽറാം. ഡോക്ടർ എന്റെ മറുപടി പറയട്ടെ. മറുപടി എനിക്ക് കേൾക്കണം. ഇത് വടകരയിലാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. വടകര എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണല്ലോ. കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ സെക്രട്ടറിയുടെ പേര്, ജില്ലാ സെക്രട്ടറിയുടെ പേര് മോഹനൻ മാസ്റ്റർ എന്നാണല്ലോ. ഈ മോഹനൻ മാസ്റ്ററുടെ മകൻ ജൂലിയസ് നിക്കിതാസ് എന്ന് പറയുന്ന ആള് ഇതേ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കമന്റുകൾ, ഒന്നിലേറെ തവണ പല അവസരങ്ങളിലായി അദ്ദേഹം എഴുതിയ കമന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ മാതാവ് ഇവരുടെ ഇതേ പ്രദേശത്തുള്ള ഒരു മുൻ MLA കൂടിയാണല്ലോ, ഞങ്ങളുടെയൊക്കെ ഇപ്പൊ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ KK ലതിക. ആ KK ലതിക ഇവരുടെ അതേ ഭാഷയിൽ കമന്റുകൾ ആവർത്തിക്കുന്നു. ഇത് നമുക്ക് മാധ്യമങ്ങളിലൂടെ വായിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ആദ്യം ഒരു പ്രിമൈസ് സെറ്റ് ചെയ്യണം. ആരെങ്കിലും എവിടെയെങ്കിലും കമന്റ് ഇട്ടതിന്റെ പേരിലല്ല നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. മകനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? CPM-ന്റെ മുൻ MLA-യുടെ മകൻ, ജില്ലാ സെക്രട്ടറിയുടെ മകൻ, എന്ത് നടപടി ഇവർ സ്വീകരിച്ചു? ഇവർക്ക് മാതൃകയായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടപടി സ്വീകരിച്ചു. വളരെ മോശമായ രീതിയിലുള്ള പ്രചാരണം നടത്തി, വർഗീയപരമായി വിഭജിക്കാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ സംഘടനാപരമായി ഇന്ന നടപടി സ്വീകരിച്ചു. ജൂലിയസ് നികിതാസിനെതിരെ, CPM ജില്ലാ സെക്രട്ടറിയുടെയും മുൻ MLA-യുടെയും മകനായിട്ടുള്ള അയാൾക്കെതിരെ ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചു. ഇദ്ദേഹത്തിന് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അല്ല ബൽറാം, എനിക്ക് മനസ്സിലാകാതെ പോകുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മുൻപ് CPM ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ നിങ്ങളും പ്രചരണത്തിന് വിഷയമാക്കുകയായിരുന്നു എന്ന് സമ്മതിക്കലാണ് വി.ടി. ബൽറാം ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, അത് ഇപ്പൊ നേരെ സമീകരണം എന്റെ തലയ്ക്ക് ഉത്തരവാദിത്തം വരികയാണ്. ഇതുവരെ ഏകപക്ഷീയമായിട്ട് എന്നോട് അറ്റാക്ക് ആയിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു ഉദാഹരണം അവരുടെ ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ സമീകരിക്കാൻ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും വേണ്ടത്, അങ്ങനെ എല്ലാവരും വേണ്ടത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് തന്നെ പറയാം, വർഗീയമായിട്ടുള്ള പ്രചരണത്തിന്റെ കാർഡിറക്കി, അശ്ലീല കാർഡിറക്കി, അത് പ്രചരിപ്പിക്കുന്നു. അതെല്ലാം പ്രചരിപ്പിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുണ്ടല്ലോ എന്നാണ്. അല്ല ഞാൻ പറയട്ടെ, അരുണിന്റെ ഈ ആർഗ്യുമെന്റ് തന്നെ തെറ്റാണ്. ഞങ്ങൾ ഇറക്കി പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇറക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളും പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളും അതിന്റെ ശരിതെറ്റുകളും ഏതെല്ലാം വിഭാഗക്കാരാണ് എന്നുള്ളതും നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യാം. ഇവിടെ സ്ഥാനാർത്ഥിയുടെ നിലപാടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. നിങ്ങളുടെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സ്ഥാനാർത്ഥി അദ്ദേഹം ഈ ഇലക്ഷൻ എങ്ങനെ നോക്കിക്കാണുന്നു, അദ്ദേഹത്തിന് ഒരു മതപരമായിട്ടുള്ള പരിവേഷം ചാർത്തി നൽകിയപ്പോൾ അത് വേണ്ട എന്ന ആർജവത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോ ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതിന് പകരം ഇവരുണ്ടാക്കുന്ന ട്രാപ്പുകളാണ്. ഇവർ ഓരോ സാധനം അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിൽ എന്ത് കഴമ്പാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. മറുപടി എസ് കെ സജീഷ്. ഡോക്ടർ അരുൺ, നമ്മൾ ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുക. ആ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിശബ്ദരായി നിൽക്കുക. ആ പ്രചാരണങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, കലാപം കത്തട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ഗുജറാത്തിലെ ഭരണാധികാരികളുടെ അതേ സമീപനമാണ് ഷാഫിയും കൂട്ടരും വടകരയിൽ സ്വീകരിച്ചത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, സത്യത്തിൽ വടകര തെരഞ്ഞെടുപ്പിന് ശേഷം, റിസൾട്ടിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. വർഗീയപരമായി വിഭജിക്കാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമമാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം ബൽറാമിനോട് ചോദിച്ചത്, നിങ്ങൾ ഇത് ചെയ്ത ആളുകൾ തെമ്മാടികളാണ്, സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറയുമോ എന്ന്. അത് പറയേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. കാരണം വടകരയിൽ ഇത് കുടുംബ ഗ്രൂപ്പുകളിലൂടെയും മറ്റും രഹസ്യമായും മറ്റും കേട്ട ആളുകളുണ്ട്, കണ്ട ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ ഇത് പറഞ്ഞ ആളുകൾ തെമ്മാടികളാണ് എന്നൊരു ബോധ്യം ഉണ്ടായാൽ മാത്രമേ മതനിരപേക്ഷത വീണ്ടെടുക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ബൽറാമിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമല്ല. അത് പറയാൻ അവർ അരുൺ അല്ല, വളരെ ചുരുക്കി തന്നെ പറയാം. രണ്ടാമത്തേത്,
അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്, ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന DCC സെക്രട്ടറിയും ഇവരുടെ അഖിലേന്ത്യാ നാഷണൽ കോർഡിനേറ്ററാണ് യൂത്ത് കോൺഗ്രസിൻ്റെ. ഇത്തരം ആളുകൾ, അദ്ദേഹം എഴുതിയ കമൻറ്റ് വായിക്കാൻ പാടില്ല എന്ന് അരുൺ പോലും ഇവിടെ പറയുകയുണ്ടായി. മറ്റൊന്ന്, ടീച്ചറുടെ വസ്ത്രമില്ലാത്ത ചിത്രം പ്രചരിപ്പിച്ച ആളുണ്ട്, അത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ഇവരുടെ എല്ലാം പേരിൽ കേസുണ്ട്. ഇതെല്ലാം ചെയ്ത ആളുകളെ കൃത്യമായിട്ട് അറിയാം, അവരുടെ പേരിൽ കേസുണ്ട്. എന്നിട്ട് പോലും അവർ തെമ്മാടികളാണ് എന്ന് പറയാൻ തയ്യാറാകാതിരിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ്? ശരി, മറുപടി പറയട്ടെ. വിളങ്ങണികൾ നടത്തിയാലും അത് അപകടകരമാണ്. അവിടെയാണ് കാഫിർ പോലുള്ള പ്രയോഗങ്ങൾ, അത് വ്യാജ പ്രചരണമാണെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞവരെ നമ്മൾ തള്ളിപ്പറയേണ്ടതല്ലേ? അപ്പൊ അരുണിന്റെ ആർഗ്യുമെന്റ്സിന്റെ ആ യുക്തിയില്ലായ്മ ഒന്ന് പറഞ്ഞു നോക്കൂ. കാരണം അരുൺ തന്നെ പറയുന്നു കാഫിർ എന്ന് പറയുന്ന പ്രയോഗം അടിസ്ഥാനമുള്ളതാണ് എന്ന് അരുണിന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഘട്ടം വരെ. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി അത് നേരെ ഷാഫി പറമ്പിലിന്റെ ഇവിടുത്തെ പ്രശ്നം. ഈ ക്യാമ്പയിന്റെ തുടക്കം തൊട്ട് LDFന്റെ സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അവർക്കെതിരെ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറയുന്നു. അശ്ലീല വീഡിയോ എന്ന് തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടെയാണ് അശ്ലീല വീഡിയോ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഈ നിലയിലുള്ള മറ്റു തരത്തിൽ അശ്ലീല വീഡിയോ ചോദിക്കുകയാണ് UDFകാർ പരസ്പരം എന്ന നിലയിലുള്ള പ്രചരണങ്ങളിലേക്ക് പോകുന്നത്. മുമ്പ് നമ്മൾ ഒരു തമാശ രൂപത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, മാർപ്പാപ്പ അമേരിക്കയിൽ പോയി ചെന്നിറങ്ങിയപ്പോ ഇവിടെ വേശ്യാലയങ്ങളെ നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഇട്ടത്. മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത്. മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്താ നിസ്സാരവൽക്കരിക്കുകയാണോ? ബൽറാം അങ്ങനെ നിസ്സാരവൽക്കരിക്കണ്ട, അത് ശരിയല്ല. നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത്, ക്ലിപ്പ് കാണണം എന്ന് പറയുന്നത്. തോന്നിവാസം പറയാണോ? എന്നിട്ട് പോലുള്ള പ്രയോഗങ്ങൾ നാദാപുരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്ന് തിരിച്ചറിയാമല്ലോ. അതിന്റെ ബെനിഫിഷ്യറി ആണെന്ന് കരുതുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അത് തള്ളി പറഞ്ഞുകൂടെ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പറയട്ടെ, ഒരു കാര്യമില്ലാതിരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു ആരോപണം ഒരു സ്ഥാനാർത്ഥി നേരിട്ട് ഉന്നയിക്കുന്നു. എന്നിട്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അണികൾ പ്രകോപിതരാകും. അതിന്റെ പേരിലുള്ള കമന്റുകളെ കുറിച്ചല്ല. ഷാഫി പറമ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഉണ്ടെന്ന്. ആ സ്ഥാനാർത്ഥി തന്നെ അതിന് പിൻവലിച്ചല്ലോ. പിന്നീട് വീണ്ടും അതിനെ തിരുത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി വീഡിയോ ഉണ്ടെന്ന് വീണ്ടും പറഞ്ഞല്ലോ. മോശപ്പെട്ട ഒരു ആരോപണം. ഞാൻ പറയട്ടെ, ഈ ഇലക്ഷൻ രംഗത്ത് അണികൾ തമ്മിലുള്ള തർക്കങ്ങൾ മുമ്പ് പലപ്പോഴും പ്രചരണത്തിൽ വരുന്ന നേതാക്കന്മാർ തമ്മിലും മോശപ്പെട്ട രീതിയിൽ ആരോപണം ഉന്നയിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സമീപകാലത്തുള്ളത് ഈ വടകരയിലാണ്. ആ ആരോപണം ഉന്നയിച്ച ഇവരുടെ സ്ഥാനാർത്ഥി തെറ്റായിട്ടുള്ള അങ്ങേയറ്റം ദുരപതിഷ്ഠമായിട്ടുള്ള വളരെ നിർഭാഗ്യകരമായ പ്രചരണമാണ് വടകരയിൽ സംഭവിച്ചതെന്ന് തന്നെ നമ്മൾ പറയണം. താങ്ക് യു ബൽറാം, താങ്ക് യു SK സജീഷ് നമ്മുടെ ചർച്ചയിൽ ചേർന്നതിന്. Debate with Arun Kumar.